ലോക ജനസംഖ്യ എടുത്താൽ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളിലും കണ്ടുവരുന്ന ജീവിതശൈലീ രോഗമാണ് പ്രമേഹം. ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദനം ശരിയായ വിധത്തിൽ നടക്കാതെ വരുമ്പോഴാണ് പ്രമേഹം എന്ന അവസ്ഥയിലേക്ക് ഒരു വ്യക്തി പോകുന്നത്. ഒരിക്കൽ പ്രമേഹം വന്നാൽ മറ്റു രോഗങ്ങൾ പൂർണ്ണമായും മാറ്റാൻ സാധിക്കുന്നത് പോലെ പ്രമേഹം മാറ്റാൻ സാധിക്കുകയില്ല. നിയന്ത്രിച്ചു നിർത്താൻ മാത്രമാണ് സാധിക്കുക. അതിനാൽ പ്രമേഹം വരുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് പ്രമേഹം വരാതെ സൂക്ഷിക്കുന്നത്. ഒരിക്കൽ പ്രമേഹം വന്നാൽ പലതരത്തിലുള്ള അസുഖങ്ങളിലേക്കും ഇവ നമ്മളെ നയിക്കും. ഇത്തരത്തിൽ പ്രമേഹം മൂലം പലരിലും സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾ വരുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. തലച്ചോറിലേക്കുള്ള രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടലുകൾ ഉണ്ടാകുമ്പോൾ തലച്ചോറിലേക്ക് ആവശ്യമായ ഓക്സിജൻ ലഭ്യമാകാതിരിക്കുന്നു. തന്മൂലം തലച്ചോറിന്റെ പാളികളിൽ കേടുപാടുകൾ സംഭവിക്കുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് സ്ട്രോക്ക് വന്നാൽ ആ വ്യക്തിക്ക് സംസാരിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ്. ഓർമ്മക്കുറവ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചിലരിൽ മുടന്ത് അല്ലെങ്കിൽ തളർച്ച എന്നിവ ഉണ്ടായേക്കാം. അമിതമായിട്ടുള്ള വേദനയും വായ ഒരു വശത്തേക്ക് കൂടിപ്പോവുകയും ഡിപ്രഷൻ, ഇമോഷൻ എന്നിവ പ്രകടിപ്പിക്കുവാനുള്ള ബുദ്ധിമുട്ടും ചിന്തിക്കുവാനുള്ള ബുദ്ധിമുട്ട് എന്നിവയെല്ലാം ഉണ്ടാകാം. കൃത്യസമയത്ത് ശരിയായ ചികിത്സ നൽകിയിട്ടില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രമേഹമില്ലാത്ത ഒരു വ്യക്തിക്ക് സ്ട്രോക്ക് വരുവാനുള്ള സാധ്യതയേക്കാൾ 1.5 മടങ്ങ് സാധ്യതയിരിക്കുന്നത് പ്രമേഹമുള്ളവരിലാണ്. കാരണം പ്രമേഹം ഉള്ള വ്യക്തികളിൽ ആഹാരം ശരിയായ വിധത്തിൽ പ്രോസസ്സിംഗ് നടക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഇത് മൂലം ഇൻസുലിൻ ഉൽപ്പാദനം കുറയുന്നു. ശരീരത്തിൽ ഇൻസുലിൻ കുറയുന്നത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ഇത്തരത്തിൽ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് രക്തധമനികളിൽ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടി രക്തധമനികളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ഇത് സ്ട്രോക്ക് വരുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സംസാരിക്കുവാനുള്ള ബുദ്ധിമുട്ട്, ക്ഷീണം, തളർച്ച, നടക്കുവാനുള്ള ബുദ്ധിമുട്ട്, പെട്ടെന്ന് അനുഭവപ്പെടുന്ന അമിതമായിട്ടുള്ള തലവേദന, പെട്ടെന്ന് പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം അനുഭവപ്പെടുക, കാഴ്ചക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ശരീരത്തിൽ ഏതെങ്കിലും ഒരു വശത്ത് അനുഭവപ്പെടുന്ന മുടന്ത് അല്ലെങ്കിൽ തളർച്ച എന്നിവയെല്ലാം പ്രമേഹം മൂലമുണ്ടാകുന്ന സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. സ്ട്രോക്ക് വരാതിരിക്കുവാനും പ്രമേഹം നിയന്ത്രിക്കുവാനും പ്രമേഹം വരാതിരിക്കുവാനും ശരിയായ വിധത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് അനിവാര്യമാണ്. ആരോഗ്യകരമായ ആഹാരം ശീലിക്കുക, വ്യായാമം ചെയ്യുക, കൃത്യസമയത്ത് ആഹാരം കഴിക്കുവാൻ ശ്രദ്ധിക്കുക, നാരുകൾ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക, കാർബോഹൈഡ്രേറ്റ്, മധുരം എന്നിവ അടങ്ങിയ ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക. പ്രമേഹമുള്ളവർ ഇടയ്ക്കിടെ പ്രമേഹം പരിശോധിക്കുക. അതിനനുസരിച്ച് മരുന്നിന്റെ ഡോസിൽ വ്യത്യാസം വരുത്തുക. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പൊതുവായ അനുമാനങ്ങളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപേ ഒരു വിദഗ്ധന്റെ ഉപദേശം സ്വീകരിക്കേണ്ടതാണ്.